പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഇനി അവനെ സുഖമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ദേവബാല തീരുമാനമെടുത്തിരിക്കുകയാണ്. കൊല്ലും ഞാൻ. എൻ്റെ കൂടെയല്ല എങ്കിൽ അവനെ ഞാൻ കൊന്നുകളയും. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇത് കണ്ട് ദേവരാജനാകെ പകച്ചു പോയിരിക്കുകയാണ്. ഒരിക്കലും കാണാത്ത ഭാവവ്യത്യാസമാണ് ഇപ്പോൾ തൻ്റെ മകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന അയാൾ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. ഇഷയെ വിട്ടുപിരിഞ്ഞു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇഷ, നിന്നെ പിരിയുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. ഞാൻ എന്തു ചെയ്യും? എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും? നീ തന്നെ ഒന്ന് പറഞ്ഞതാ. അബിയെ പിരിയുന്നത് എനിക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അബി. എന്തു ചെയ്യാം? പക്ഷെ അധിക നാൾ നമ്മളിങ്ങനെ പിരിഞ്ഞ് ജീവിക്കേണ്ടതായി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അബി, നമ്മൾ ഒന്നാകും. ആ കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. ഞാൻ അബിയുടെ കൂടെ തന്നെയുണ്ട്, എന്തിനും ഏതിനും. തൽക്കാലത്തേക്ക് SI പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കും. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ്. രാഹുലിൻ്റെ ഇപ്പോഴത്തെ ശീലങ്ങൾ കണ്ട് ഞെട്ടിപ്പോകുന്ന റാംമോഹൻ, രാഹുൽ, നീ അതിരുവിട്ട് പെരുമാറുന്നുണ്ട്. ഇനിയും നീ നിയന്ത്രിച്ചില്ല എങ്കിൽ നീ വിവരമറിയും. ഇത് കേട്ട് രാഹുൽ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഞാൻ ഇഷയില്ലാത്തതിൻ്റെ ദുഃഖമാണ് ഇവിടെ കാണിക്കുന്നത് അങ്കിൾ, അല്ലാതെ ഒന്നുമല്ല. ഇഷ, അവൾ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്കിൾ അത് മനസ്സിലാക്കണം. രാഹുൽ, മതി. ഇതുപോലുള്ള ബിഹേവിയർ ഇനി ഇവിടെ പുറത്തെടുത്താൽ നീ വിവരമറിയും. ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇഷ വരും. നീ അതുകൊണ്ട് തന്നെ ഡോക്യുമെന്റ്സിന്റെ കാര്യവും റെഡിയാക്കി വെച്ചോ. ഇതോടെ ഈ അവസരം മുതലാക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ. ഇതേ തുടർന്നാണ് വീട്ടിലേക്ക് ഇഷ മടങ്ങിയെത്തുന്നത്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രാഹുൽ പുതിയ നീക്കങ്ങൾ ഇഷയ്ക്ക് നേരെ പ്രയോഗിക്കുകയാണ്. ഇത് റാംമോഹനെയും ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.